പുതിയ ജോലി കിട്ടിയേക്കുവാണ്. നിങ്ങൾക്ക് കണ്ടാൽ ചിലപ്പോൾ മനസ്സിലാവും ഞാനൊരു പോലീസ് ഡ്രൈവറാണ്, ബസ് ഓടിക്കുന്നത്. ഞാൻ ഈ ജോലിയിൽ എന്നാ ചെയ്യണമെന്ന് വെച്ചാൽ എനിക്ക് ഓരോ ഈ പോലീസുകാരൊക്കെ മേലുദ്യോഗസ്ഥരൊക്കെ എനിക്ക് മിഷൻ തരും. പോലീസുകാരെയൊക്കെ ട്രാൻസ്പോർട്ട് ചെയ്യുകയോ കള്ളന്മാരെയൊക്കെ ട്രാൻസ്പോർട്ട് ചെയ്യുകയും ചെയ്യാൻ. ഇപ്പോൾ ഓൾറെഡി നമ്മുടെ ബസ്സിൽ 3 കള്ളന്മാരുണ്ട്. അവരുടെ വീട്ടിലോട്ട് നമുക്ക് തിരിച്ചു കിട്ടണം. ഇത് സ്കൂൾ പോലെ എനിക്കറിയാം. നമ്മുടെ പോലീസ് സ്റ്റേഷൻ ഇച്ചിരി വിഷമാണ്, അതുകൊണ്ടാണ്. അല്ലാണ്ട് അവർക്ക് തന്നെ നടന്നു പോകത്തില്ല. എനിക്കറിയത്തില്ല. എന്തായാലും നമ്മുടെ പഴയ വീട്ടിൽ തന്നെയാണ് അവർ താമസിക്കുന്നത്. ഞാൻ വേറൊരു നല്ല ആൾക്കാർ റെൻ്റ് കൊടുത്തത്. അവർ പക്ഷേ വേറെ ആർക്കെങ്കിലും റെൻ്റൊക്കെ കൊടുത്ത് കാണും. ഒരു ഫോർച്യൂണറുകാരൻ പോകും. നമുക്കെന്തായാലും അവരെ കൊണ്ടുവിടാം. എനിക്കറിയത്തില്ല ഏത് പോലീസ് സ്റ്റേഷനിലാണ് ഇങ്ങനെ പോകുന്നതെന്ന്. എന്തായാലും നമുക്ക് നമ്മുടെ ജോലിയെ പരിഗണിക്കേണ്ടി വരും. അതുകൊണ്ട് എൻഡോവറുകാരൻ വരുന്നു. നമുക്കറിയാലോ നമ്മുടെ പഴയ വീടിൻ്റെ ലൊക്കേഷൻ താണ്ടേക്കും. നമുക്കാരെ കൊണ്ട് അവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് നമുക്ക് തിരിച്ച് പോലീസ് സ്റ്റേഷനിലോട്ട് പോകണം. മര്യാദയ്ക്ക് ഇറങ്ങിപ്പോയിക്കോണം. ഇനി മേലെ അവിടെ കണ്ടാല അവർ പതുക്കെ ഇറങ്ങിയിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് വരട്ടി ഇട്ടിട്ടുണ്ട്. അവരിനിയും ക്രൈം ചെയ്യും. നമുക്കാരെ പോയി പൊക്കണമല്ലോ എന്തായാലും വീണ്ടും. അവരുടെ പേരിൽ 5-3 ക്രൈമുകളൊക്കെ ഉണ്ട്. ആരും നോക്കാനാ, നമുക്ക് ഈ ഡ്രൈവിംഗ് അല്ലേ ഉള്ളൂ. നമുക്ക് നമ്മുടെ സ്റ്റേഷനിലോട്ട് തിരിച്ചു പോകണം. സ്റ്റേഷനിലാണെങ്കിൽ അവിടെയും കുറച്ച് പണിയൊക്കെ ഉണ്ട്. അടുത്ത മിഷൻ കിട്ടും. ഒരു ദിവസം 5-4 മിഷനൊക്കെ കാണുമെന്നാണ് മറ്റേ നമ്മുടെ പോലീസുകാരനൊക്കെ പറഞ്ഞത്. അതായത് 2 പോലീസുകാരേ ഉള്ളൂ. ബാക്കി എല്ലാവരും എന്തോ ഒരു ഇമ്പോർട്ടൻറ്റ് മിഷന് പോയേക്കാണ്. മിഷൻ എന്നാന്ന് ഇവരോട് പോലും പറഞ്ഞിട്ടില്ല. പിന്നെ ഞാനിങ്ങനെയാണ് ഇപ്പോൾ കൊണ്ട് ഇടിച്ചാണ്. നമ്മൾ വണ്ടി ഇവിടെ ഇട്ടല്ലേ, വണ്ടി തിരിക്കാൻ ഇവിടെ ഇട്ടല്ലാണ്. ഇപ്പം വണ്ടി ഇടിച്ചു പോയി. പ്രോ ഡ്രൈവറാണ്, അതുകൊണ്ട് വണ്ടിയൊന്നും ഇടിക്കത്തില്ല. സാറുമാരോടില്ലേ അടുത്ത മിഷൻ എപ്പോൾ കിട്ടുമെന്നൊക്കെ ചോദിച്ചു നോക്കാം. സാറേ, അടുത്ത മിഷൻ എപ്പോഴാണ് കിട്ടണേ? നീ വെയിറ്റ് ചെയ്യടോ, നിനക്ക് മിഷൻ കിട്ടും. മിഷൻ കിട്ടുമെന്ന് പറഞ്ഞാൽ അടുത്ത മിഷൻ കിട്ടുന്നവരെ നമുക്ക് എന്തെങ്കിലും നമുക്ക് ചുമ്മാ ഇവിടെ എന്തെങ്കിലുമൊക്കെ ചെയ്തിരിക്കാം. അടുത്ത മിഷൻ കിട്ടിയിട്ടുണ്ട്. സാറേ, അടുത്ത മിഷൻ എന്താ? നീയാണെങ്കിൽ ജുറാസിക് പാർക്കിൽ പോയിട്ട് നമ്മുടെ കുറച്ച് ഓഫീസേഴ്സ് അവിടെ ഇരിപ്പുണ്ട്. അവരെ നിന്നോട് പിക്ക് ചെയ്തുകൊണ്ട് നീ നേരെയാണെങ്കിൽ നമ്മുടെ സ്റ്റണ്ട് റേസ് നടക്കുന്ന അവിടെ കൊണ്ടേ വിടും. ഓക്കെ സാർ, നമുക്ക് ചെയ്യാം. ജുറാസിക് പാർക്കിൽ നിന്ന് കുറച്ച് ഓഫീസർ നമുക്ക് ട്രാൻസ്പോർട്ട് ചെയ്യണം. നമ്മുടെ സ്റ്റണ്ട് റേസ് നടത്തുന്ന സ്ഥലത്തോട്ട് ട്രാൻസ്പോർട്ട് ചെയ്ത് വിട്ടാൽ മതി. അവിടെ നമുക്ക് ട്രാൻസ്പോർട്ട് ചെയ്യണം. ഫസ്റ്റാണ് ജുറാസിക് പാർക്കിലോട്ടാണ് നമ്മുടെ പോകേണ്ടത്. ജുറാസിക് പാർക്കിലോട്ട് പോവാണ്. ജുറാസിക് പാർക്ക് എന്ന് പറഞ്ഞാൽ ഇച്ചിരി ദൂരമേ ഉള്ളൂ. നമ്മൾ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്താണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ എന്നാലും ഞാൻ ചുമ്മാ അറിയുന്നതാണ്. എന്നിട്ട് അവരെ സൺ റൈസേഴ്സിൻ്റെ ഏരിയയിലോട്ട് കൊണ്ടുവരണം. ഒരു 3-4 ഓഫീസർ ഉണ്ടെന്നാണ് നമ്മുടെ സാറ് പറഞ്ഞത്. നമുക്ക് അവരെയെല്ലാം പിക്ക് ചെയ്യാം. എൻ്റെ അമ്മേ, ഡ്രൈവിങ് വണ്ടിക്ക് ഇച്ചിരി സ്പീഡ് കൂടിപ്പോയതാ. എൻ്റെ അമ്മച്ചി, എന്തുവാടാ. വണ്ടിയുടെ ബ്രേക്കിന് ഇച്ചിരി കുഴപ്പമുണ്ട്. അത് ശരിയാക്കണം. നമുക്ക് ശരിയാക്കാം. അതുകൊണ്ടാണ് ചിലപ്പോൾ ബ്രേക്ക് പതിയെ പിടിച്ചാലൊക്കെ ചില വണ്ടിക്കൊക്കെ വരത്തില്ല. നമ്മൾ ഒത്തിരി മുറുക്കി പിടിച്ചാലേ ഈ വണ്ടിയുടെ ബ്രേക്ക് പോയിട്ടുള്ളൂ. ജുറാസിക് പാർക്ക് എത്തിയിട്ടുണ്ട്. നമ്മുടെ വണ്ടിയും കിടന്ന് പോയിരുന്നു. അപ്പം നമുക്ക് ആ ഓഫീസേഴ്സിനെയൊക്കെ പിക്ക് ചെയ്യണം. അതാണ് നമ്മുടെ ജോലി. സാറുമാരെയൊക്കെ ഞാൻ പിക്ക് ചെയ്തിട്ടുണ്ട്. നമുക്കിനി നേരെ നമ്മുടെ സ്റ്റണ്ട് റേസ് നടക്കുന്ന ഇരിക്കുമ്പോൾ. സാറേ, നേരെ വേണതോ അങ്ങോട്ട് പോകണം? ലെഫ്റ്റ് എടുത്തോ. സാറ് പറയാം ലെഫ്റ്റ് എടുക്കുക. സാറിന് പതുക്കെ ചില്ല് ചെയ്ത് പോകണമെന്നൊക്കെ ഉണ്ടായിരിക്കും. ഇതിലെ കൂടെ പോയി ഇച്ചിരി പതുക്കെ പോവുള്ളൂ. നമ്മൾ പറത്തി വിടും. അല്ല, രണ്ടിടത്തും ഒരു സെയിം ആയിരിക്കും. എനിക്കറിയത്തില്ല, ഞാനിതൊന്നും നോക്കാറില്ല. ഞാൻ ജസ്റ്റ് നമ്മുടെ ബസ്സൊക്കെ ഒന്ന് ഓടിച്ചു വിട്ടു, അത്രേ ഉള്ളൂ.
ഗൈസ്. ഇനി റൈറ്റ് എടുക്കണം. റൈറ്റ് എടുത്തിട്ടുണ്ട്. നമ്മൾ സൺറൈസിൻ്റെ ഏരിയ എത്താറായിട്ടുണ്ട്. നമുക്ക് നേരെ അങ്ങ് വിട്ടാലോ? നേരെ അങ്ങ് ഇടാം. അപ്പോൾ എളുപ്പത്തിൽ എത്തും. നമ്മൾ സൺറൈസസിൻ്റെ ഏരിയയിലോട്ട് എത്തിയിട്ടുണ്ട്. നമ്മൾ ഈ സാർമാരൊക്കെ ഇവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് നമുക്ക് നേരെ പോലീസ് സ്റ്റേഷനിലോട്ട് തിരിച്ചു പോകാം. നമുക്ക് സാറേ ഇവിടെ ഡ്രോപ്പ് ചെയ്താൽ മതിയോ? അവിടെ ഡ്രോപ്പ് ചെയ്താൽ മതി. ഇവിടെ ഡ്രോപ്പ് ചെയ്താൽ മതി എന്നാണ് സാറ് പറയണത്. നമുക്ക് സാറുമാരൊക്കെ ഡ്രോപ്പ് ചെയ്തിട്ട് നമുക്ക് നേരെ പോലീസ് സ്റ്റേഷനിലോട്ട് പോകാം. ഓക്കെ, നമ്മൾ സാറുമാരെയൊക്കെ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്. നമുക്കിനി നേരെ നമ്മൾ സ്റ്റേഷനിലോട്ട് പോകാം. എനിക്ക് തോന്നുന്നു ഇത് കഴിഞ്ഞാൽ സ്റ്റേഷൻ ഡ്യൂട്ടി കഴിഞ്ഞെന്ന് തോന്നുന്നുണ്ട്. എനിക്കറിയത്തില്ല. 5 മണിയായി. രാവിലെ 9 മണി ആയാലും ഞാൻ ജോലി ചെയ്യുന്നു. നമുക്കറിയത്തില്ല. ചിലപ്പോൾ 5 മണി വരെ ആകുള്ളൂ. 5 മണി തൊട്ട് അവർക്ക് നൈറ്റ് ഷിഫ്റ്റൊക്കെ തുടങ്ങും. അപ്പം പോലീസിൻ്റെ വെഹിക്കിളൊക്കെ വരുമല്ലോ. അപ്പം ചിലപ്പോൾ ഇത് ലാസ്റ്റ് മിഷനായിരിക്കും. പിന്നെ പോലീസിൻ്റെ ബസ്സൊന്നും വേണ്ട. അതിനെ കാണണമൊക്കെ. പിന്നെ എന്താണ് പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് വണ്ടി ഇട്ട് നേരെ നമ്മുടെ വീട്ടിൽ പോകാം. ഓക്കെ, നമ്മൾ സ്റ്റേഷനിലോട്ട് നമ്മൾ കയറുവാണ്. അതൊക്കെ തിരിക്കണം. അല്ലെങ്കിൽ ഇവിടെ വല്ല മതിലും കൊണ്ടുപോയി എനിക്ക് പണി പാടും. ഞാൻ ഫൈൻ അടക്കേണ്ടി വരും. അല്ല, ഫൈൻ അടച്ചില്ലെങ്കിലും കുഴപ്പമില്ല. നമ്മുടെ സാലറിയിൽ നിന്ന് കിട്ടിയിരുന്നാൽ മതി. അത് പറ്റത്തില്ലല്ലോ. എനിക്കൊന്ന് ഇത് ലാസ്റ്റ് മിഷനാണെന്ന് തോന്നുന്നു. നമുക്ക് വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിടാം. നമുക്ക് സാറിനോട് വയ്ക്കാം. ഇത് ജോലിയൊക്കെ കഴിഞ്ഞേ. സാറേ, മറ്റു സാറെന്ത് ചെയ്യോ? അവനാണെങ്കിൽ പോയി, അവൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞു. നിൻ്റെയും ഡ്യൂട്ടി കഴിഞ്ഞു. അപ്പോൾ നാളെ 9 മണിക്ക് കൃത്യം ഇവിടെ എത്തണം. ഓക്കെ സാറേ. അപ്പോൾ ഗൈസ്, നമ്മുടെ ഇന്നത്തെ ജോലിയൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് വീട്ടിൽ പോകണം. അപ്പോൾ ഗൈസ്, ഇന്നത്തെ ഈ വീഡിയോ നമ്മളിവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും ഗുഡ് ബൈ.